ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് വെൽക്കം ടു ജിതിൻ പ്രിയ വ്ളോഗ്. ഇന്നത്തെ ഈ സൺഡേ വ്ളോഗിൽ ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ. നമ്മുടെ നാട്ടിലത്തെ പോലെ 10 ദിവസത്തെ ലീവൊന്നും ഇവിടെ ഇല്ല. ഈ പ്രാവശ്യം പിന്നെ ഓണം ഫ്രൈഡേ ആണ് വരുന്നതുകൊണ്ട് എബിക്കുട്ടിന് ക്ലാസ്സും ഉണ്ട്, ചായനാണെങ്കിൽ വർക്കിനും പോകണം. ഇവിടെ ആണെങ്കിൽ പൊങ്കലിനും പൂജയ്ക്കും ഒക്കെ 10 ദിവസം ലീവുള്ളൂ. പോയ വർഷം ഞങ്ങൾ നാട്ടിലായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. സോ ഈ വർഷം ഞങ്ങൾ ഇന്ന് ഊട്ടിയിലാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. പോയ വർഷം ഞങ്ങൾ പൂക്കളമൊക്കെ റെഡിയാക്കിയായിരുന്നു. ഈ വർഷം ഞങ്ങൾ പൂക്കളമൊന്നും റെഡിയാക്കുന്നില്ല. ഈ വർഷം ജസ്റ്റ് സദ്യയൊക്കെ ഒരുക്കിയിട്ട് ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സദ്യ കഴിക്കുക, അത്രയേ ഉള്ളൂ ഇന്നത്തെ ഓണത്തിൻ്റെ പരിപാടി. സോ രാവിലെ തന്നെ സദ്യയുടെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ തലേ ദിവസം തന്നെ എല്ലാ പച്ചക്കറികളും എല്ലാം അരിഞ്ഞു വെച്ചു. അതാവുമ്പം ഇന്നാണെങ്കിൽ ജസ്റ്റ് കുക്ക് ചെയ്താൽ മാത്രം മതി. ഞാൻ എണ്ണീറ്റ വശം തന്നെ എബിക്കുട്ടനും എൻ്റെ കൂടെ എണ്ണീറ്റ വശം തന്നെ എബിക്കുട്ടൻ ചോദിച്ചു, എന്താ മമ്മ കുക്ക് ചെയ്യുന്ന, ഇന്ന് ഓണമല്ലേ, നമുക്ക് ഓണത്തിന് സദ്യയൊക്കെ റെഡിയാക്കണ്ടേ? അപ്പോൾ എബിക്കുട്ടൻ പറഞ്ഞു ഞാനും ഹെൽപ്പ് ചെയ്യാം. അവൻ അവിടെ നിന്ന് ഒരു കാർ എടുത്തിട്ട് വന്നിട്ട് ആ സ്ലാബിൻ്റെ മുകളിൽ കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് ഇരട്ടി പണിയായിരുന്നു അവൻ എനിക്ക് തന്നുകൊണ്ടിരുന്നത്. ഇച്ചായനും ഇച്ചൂട്ടിനും നല്ല ഉറക്കമാണ്. ഇടയ്ക്കാണെങ്കിൽ എബിക്കുട്ടനാണെങ്കിൽ ഇച്ചൂട്ടിനെ ഉണർത്താൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ ഡോറിൻ്റെ അടുത്തേക്ക് പോയിട്ട്. പക്ഷെ ഞാൻ അവനെ കിച്ചണിൽ തന്നെ പിടിച്ചു നിർത്തുകയായിരുന്നു. ചായ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ബായോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ആ വെരി ഗുഡ്. ബായോ. ഇനി നമുക്ക് മുണ്ടൊക്കെ കൊടുക്കണ്ടേ? മുണ്ട് ആ നീ റെഡി ആവണ്ടേ? ആദ്യം ഫുഡ് റെഡി ആവട്ടെ. അയ്യോ എന്താണ് ചുമ? എന്തുപറ്റി ചുമ? അങ്ങനെ എല്ലാവരും ഉറങ്ങി എണീറ്റു. ഇച്ചൂട്ടനും ആണെങ്കിൽ എബിക്കുട്ടനും ആണെങ്കിൽ ബിസ്ക്കറ്റും പാലും ഒക്കെ കുടിച്ചു. എബിക്കുട്ടനും ഇച്ചൂട്ടനും ആണെങ്കിൽ വേടൻ്റെ സോങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ടി വിയിലാണെങ്കിൽ അവരുടെ സോങ് ഒക്കെ വെച്ച് കൊടുത്ത് അവർ ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. ടി വിയിൽ എപ്പോൾ വേടൻ്റെ പാട്ട് വെച്ചാലും എവിടെ ആണെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോയി ടി വിയുടെ മുന്നിൽ നിന്ന് ഡാൻസും പാട്ടും ഒക്കെയാണ് രണ്ടുപേരും. വേടനാണെങ്കിൽ ഈ പാട്ടിലാണെങ്കിൽ സ്റ്റെപ്സ് ഒക്കെ കാണിക്കുമ്പോൾ അതൊക്കെ നന്നായി അവർ പഠിച്ചു വെച്ചിരിക്കുകയാണ് രണ്ടുപേരും. ഞങ്ങളുടെ ഭാഗത്ത് ഓണത്തിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഏത്തപ്പഴം പുഴുങ്ങിയതും പപ്പടം കൂട്ടിയിട്ട് കഴിക്കുക. അമ്മ ആദ്യമായിട്ടാണ് ഈ സമ്പ്രദായം കാണുന്നത്. അപ്പോൾ എബിമോനെ സെറ്റ് ചെയ്ത് കൊടുക്കാനാ മുറിച്ചിട്ടു, പപ്പടം പൊരിച്ച്. അപ്പം ഇതാണ് ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഓണത്തിന്റെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു വെറൈറ്റി ടേസ്റ്റ്. എബിക്കുട്ടൻ ഭയങ്കര ഈ കയ്യമ്മ അവനൊന്നും ഇഷ്ടമല്ല. എബിക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, അവനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്നും പറഞ്ഞോണ്ട് നോക്കി നിക്കുന്നുണ്ട്. എന്തായാലും എബിക്കുട്ടിനെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും കുറച്ചേ കഴിച്ചുള്ളൂ. എന്തായാലും എനിക്ക് ഈ കോമ്പിനേഷൻ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ ഓണത്തിന് ഇതാണോ ബ്രേക്ക്ഫാസ്റ്റ്? ഇനി വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ആണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ പല ഇഷ്ടമാണല്ലോ. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ സദ്യയൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഇന്ന് സദ്യയിൽ ഒരുക്കിയ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാമ്പാർ, അവിയൽ, ബീറ്റ്റൂട്ട് പച്ചടി, വെള്ളരിക്ക പച്ചടി, പയറ് തോരൻ, ചേന മെഴുക്കുവരട്ടി, മത്തങ്ങ എൽശ്ശേരി, ഓലൻ, പപ്പടം, മാങ്ങ അച്ചാർ, ഇഞ്ചിമ്പുളി, ബനാന ചിപ്സ്, ശർക്കര വരട്ടി, കുമ്പളങ്ങ മോരുകറി. അയ്യോ ചോറും പായസം പറയാൻ മറന്നുപോയി. കുട്ടികൾ രണ്ടുപേരും സദ്യയൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾക്ക് സദ്യ കഴിക്കണം. കഴിച്ചിട്ട് വേണം കുറച്ച് റീലൊക്കെ ഷൂട്ട് ചെയ്യണം, ഫോട്ടോസൊക്കെ എടുക്കണം. പിന്നെ ഇന്നത്തെ ഈ ഓണം വ്ലോഗ് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഓണമൊക്കെ നിങ്ങൾ എങ്ങനെ ആഘോഷിച്ചെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ എല്ലാവർക്കും ജിതിൻ പ്രിയ വ്ലോഗിൻ്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ. Hey